സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കരൾ രോഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. ഇന്ന് 13 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ ഫാറ്റി ലിവർ ആയിട്ടാണ് വരുന്നത്. ഫാറ്റി ലിവർ ഇല്ലാത്ത ഒരൊറ്റയാളും വീടുകളിലില്ല. അതുകൊണ്ട് അത് ലിവർ സിറോസിസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി വില കൊടുക്കേണ്ടി വരും നമ്മൾ. അതുകൊണ്ട് എല്ലാ വീടുകളിലും രാത്രി അത്താഴ ശേഷം കഴിക്കേണ്ട വളരെ ലളിതമായ ഒരു കാര്യം ഞാൻ നൽകുന്നു. ചെറുപയർ, കുറച്ച് ചെറുപയർ ഒരു തുണിയിൽ നന്നായി കെട്ടി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. അത് കൂടുതൽ അംഗങ്ങളുള്ളവർക്ക് കൂടുതൽ വലുപ്പത്തിലുണ്ടാക്കുക. അതിനുശേഷം പിറ്റേന്ന് രാവിലെ കെട്ടെടുത്ത് പുറത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ ചെറിയൊരു വെയിറ്റ് കയറ്റി വെക്കുക. വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം മുളച്ചിട്ടുണ്ടാകും. ആ മുളച്ചിട്ടുള്ള ചെറുപയർ ഇത്തിരി തേങ്ങയോ എന്തെങ്കിലും ചിരകിയിട്ട് നമ്മൾ ചവച്ച് തിന്നുക. വേവിച്ചിട്ടല്ല കേട്ടോ, പച്ചയ്ക്ക് തിന്നണം. അത് അതീവ പോഷകമൂല്യമുള്ളതൊന്നാണ്. കരൾ രോഗത്തെ കുറയ്ക്കും, നേത്രരോഗത്തെ കുറയ്ക്കും, വയറിളക്കത്തെ കുറയ്ക്കും, ദഹനേന്ദ്രിയത്തെ ഉണർത്തും, ദഹന പ്രക്രിയ നടക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചെറുപയറിൽ നിന്ന് കിട്ടും. എന്തിന് നമ്മൾ ഇത്രയും നല്ല സാധനം വീട്ടിൽ കിട്ടുമ്പോൾ വെളിയിൽ പോയി ഒരുപാട് കാശ് മുടക്കുന്നു? അപ്പം ഇന്ന് മുതൽ എല്ലാ വീടുകളിലും ഇത് നിങ്ങൾ ചെയ്ത് നമ്മുടെ കരൾ രോഗത്തെ അകറ്റണം. ഇന്നലെ തന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തിപ്പലിയാണ്. ജാതിക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനേക്കാൾ പുതിയ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണ് എൻ്റെത്. അടുത്ത ചോദ്യം, ശക്തിയുള്ളതാണ്, മിനുസമുള്ളതാണ്, ബലവത്താണ്, ഒരു ഔഷധച്ചെടിയുടെ കായുണ്ട്, ഏതാണത്? മറ്റന്നാൾ രാവിലെ ഉച്ചക്ക് 12 മണിക്ക് ഇതേ സമയത്ത് ഉത്തരം പറയും. അപ്പോൾ അതുവരേക്ക് നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഓൺലൈൻ ക്ലാസ് ഒക്ടോബർ 1 തീയതി തുടങ്ങും. 1:30 മുതൽ 2 മണി വരെയാണ് ക്ലാസ് സമയം. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇനി വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ഒത്തിരി പേര് വാട്സപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വരുന്നതുകൊണ്ട് ഇത് എവിടെ നിന്ന് പെറുക്കിയെടുക്കുന്നത് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റും. ഇനി ആ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വൈകിട്ടായാലും നിങ്ങളുടെ സമയത്തിന് അത് കാണാവുന്ന രീതിയിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം.